ആശുപത്രി പരിസരത്തെ പൊതിച്ചോർ വിതരണത്തെ ചൊല്ലി രാഷ്ട്രീയ വിവാദം മുറുകുകയാണ്. ആശുപത്രികളിൽ ബാനർ കെട്ടി ഭക്ഷണ വിതരണം പാടില്ല എന്ന് ആരോഗ്യമന്ത്രി ആവർത്തിക്കുമ്പോൾ ഒരുപോലെ എതിർക്കുകയാണ് CPM-ഉം BJP-യും. ബാനർ കെട്ടി കൊടുക്കാൻ പാടില്ല, ഒരു കമ്മ്യൂണിറ്റി കിച്ചൺ തുടങ്ങാൻ തീരുമാനിച്ചു. അവന് ആർക്കും ആണെങ്കിലും ഭക്ഷണം കൊണ്ട് അവിടെ ഏൽപ്പിക്കാം. അതിന് സംഘടന, പക്ഷേ ബാനറോ പേരോ കൊടിയൊന്നും പാടില്ല. അതങ്ങനെ കൊടി കെട്ടേണ്ട സ്ഥലമല്ല സർക്കാർ ആശുപത്രിയാണ്. ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ച് ഇത് പറഞ്ഞപ്പോൾ തന്നെ പോരു തുടങ്ങിയതാണ്. വൈകിട്ട് തിരുവനന്തപുരത്ത് വെച്ച് ഒന്നുകൂടി വ്യക്തത വരുത്തി. ഏത് സംഘടനയാണെങ്കിലും, DYFI ആണെങ്കിലും, സേവാഭാരതി ആണെങ്കിലും, യൂത്ത് കോൺഗ്രസ് ആണെങ്കിലും ആർക്കും ഭക്ഷണം കൊടുക്കാം. പക്ഷേ ഈ കോമ്പൗണ്ടിൻ്റെ അകത്ത് കൊടിയും പാർട്ടി പേരും വെച്ച് കൊടുക്കുന്നത് ശരിയല്ല. പക്ഷേ ഇന്ന് ആറന്മുള വള്ളസദ്യക്കെത്തിയ K. മുരളീധരൻ വീണ്ടും നിലപാട് ആവർത്തിച്ചു. ഹോസ്പിറ്റലിന്റെ അകത്തുള്ള അധികാരം മന്ത്രിക്കാണ്, DYFIക്ക് അല്ല. അവിടെ രാഷ്ട്രീയ പ്രവർത്തനം അതിന്റെ അകത്ത് വേണ്ട, പുറത്തുനിന്ന് എന്ത് വേണമെങ്കിലും കൊടുക്കുകയാണെങ്കിൽ പാർട്ടിയുടെ പേരും കൊടിയും വെച്ചിട്ടല്ല. അത് പ്രശ്നമുണ്ട്, തെറ്റാണത്. പിന്നെ പോരു പുകിലായി DYFI അഖിലേന്ത്യാ പ്രസിഡന്റിന്റെ രൂക്ഷ വിമർശനം. മനുഷ്യരായ ഒരാൾക്കും പൊതിച്ചോറിനെ എതിർക്കാൻ കഴിയില്ല. അതിനെ എതിർക്കുന്നവർ അവരുടെ മാനസിക നില പരിശോധിക്കേണ്ടതാണ്. സർക്കാരിന് തിരിച്ചടിയാകുമെന്ന് P. രാജീവിന്റെ മുന്നറിയിപ്പ്. ഇനി കമ്മ്യൂണിറ്റി കിച്ചൺ അവർ കൊണ്ടുവന്നോട്ടെ. ഈ രാഷ്ട്രീയ വൈരാഗ്യം വെച്ചുകൊണ്ട് നല്ല പദ്ധതികൾ ഇല്ലാതാക്കിയാൽ അതിന്റെ ദോഷം ഗവൺമെന്റ് തന്നെ ആവില്ലേ? നല്ല കാര്യത്തിന് എന്തിന് ഈഗോ എന്ന് മുഹമ്മദ് റിയാസിന്റെ ചോദ്യം. അപ്പോൾ അതൊരു ഈഗോയിൽ കാണാതെ അവരെ കൂടി ചേർത്ത് പിടിച്ചു പോകാനാണ് ശ്രമിക്കേണ്ടത്. ഇതുവരെ അതിനൊരു കുഴപ്പമുണ്ടായിട്ടില്ലല്ലോ, എല്ലാവരും പിന്തുണച്ചല്ലേ. എന്തിനാണ് നമ്മൾ അത്തരം കാര്യങ്ങളിൽ ഇങ്ങനെ ഒരു വൈരനിരാധന ബുദ്ധിയോടുകൂടി പെരുമാറുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. ഇതാകെ മോശമാണെന്ന് സ്ഥാപിക്കാൻ ശ്രമിച്ചാൽ എത്ര പേർ ഇതിനെ പിന്തുണച്ചിട്ടുണ്ട്, എത്ര പേർ ഇത് മനസ്സിലാക്കിയിട്ടുണ്ട്. എന്ത് നല്ലൊരു പ്രവർത്തനമാണ്. ഇതിൽ രാഷ്ട്രീയം കാണേണ്ട ഒരു കാര്യവുമില്ലെന്നും ഭക്ഷണം കൊടുക്കുന്നവരുടെ ഐഡന്റിറ്റി അറിയുന്നത് നല്ലതല്ലേ എന്നും K. സുരേന്ദ്രന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. പൊതിച്ചോറ് കഴിച്ചവരൊക്കെ അത് കൊടുത്തവർക്ക് വോട്ട് ചെയ്തിരുന്നുവെങ്കിൽ K. മുരളീധരൻ ഉൾപ്പെടെ പലരും സഭ കാണുമായിരുന്നില്ലെന്നും സുരേന്ദ്രൻ പരിഹസിച്ചു. രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ആശുപത്രികളിൽ അന്നദാനം നടത്തുന്നത് അവസാനിപ്പിക്കണമെന്നല്ല മന്ത്രി പറഞ്ഞത്. അന്നം വാങ്ങിക്കഴിക്കുന്ന പാവപ്പെട്ട ജനങ്ങളെ രാഷ്ട്രീയ ലാഭത്തിനായി ഉപയോഗിക്കരുത് എന്നാണ്. പൊതിച്ചോറ് നൽകുന്നവർ ചെയ്യുന്നത് സമാനതകളില്ലാത്ത സേവനമാണ്. രാഷ്ട്രീയം നോക്കാതെ അവരത് ഇനിയും തുടരട്ടെ. അന്നം മുടങ്ങാതിരിക്കട്ടെ. T. സരീഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.